പക്ഷേ എല്ലാ ഭാരതീയരും ഹിന്ദുക്കളാണ്. ഇന്ന് ഹിന്ദുക്കൾ എന്ന് പറയാൻ മടിക്കുന്നവരുടെ പൂർവികരും ഹിന്ദുക്കളാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു എന്ന ഒരു സംജയാൽ നമ്മളെല്ലാം ബന്ധിതരാണ്. പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലെ RSSന്റെ സർസംഘചാലകൻ മോഹൻ ഭാഗവത് പറഞ്ഞ വാക്കുകൾ ഇതാ. എന്താണ് മാഷെ, ഇത് ശരിയാണോ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറയുന്നു, ഭരണഘടന ഭേദഗതി ചെയ്യേണ്ട ആവശ്യമില്ല, പാർലമെന്റിന്റെ അംഗീകാരമില്ലെങ്കിലും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സംസ്കാരം, പൂർവികന്മാർ, അതേപോലെ തന്നെ ഇതിന്റെ വിശ്വാസധാരകൾ ഒരിക്കലും അചഞ്ചലമായി മാറ്റമില്ലാതെ തുടരുന്നിടത്തോളം കാലം അത് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക് പോയൊരു സംസ്കാരമാണ്. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെയൊക്കെ അടിവേരുകളിൽ കാണുന്നത് ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡിയോളജിയാണ്. ആ ഐഡിയോളജി ഇവിടെ നിലനിന്നാൽ ആർക്കും വിഷമിക്കേണ്ടി വരികയില്ല. അതായത് വസുദൈവ കുടുംബകം എന്ന് നമ്മുടെ സനാതനധർമ്മം പറയുമ്പോൾ, അതായത് ലോകമെല്ലാം ഒരു കുടുംബം പോലെയാണ് എന്ന് പറയുമ്പോൾ, അതിൽ അങ്ങനെ പറയുന്ന മറ്റൊരു മതവും ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇല്ല, അത് ഹിന്ദു മതമല്ലേ പറയുന്നത്. ഇപ്പൊ ഹിന്ദു മതം അങ്ങനെ പറയുമ്പോൾ മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും സിഖും അതേപോലെ തന്നെ ജൂതനുമെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്നാണ് പറയുന്നത്. അപ്പൊ ഹിന്ദു രാഷ്ട്രമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടുന്ന രീതിയിൽ അത് പേടിക്കുകയല്ല വേണ്ടത്. അതിന്റെ യഥാർത്ഥ ഐഡിയോളജി എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു കുടുംബമാണ്. പക്ഷെ ആ കുടുംബമായിട്ട് നിൽക്കണമെങ്കിൽ ഈ സംസ്കാരം ഉണ്ടാകണം. ഈ സംസ്കാരം ഹിന്ദുവിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഹിന്ദുവിന് മറ്റുള്ളവനോട് വെറുപ്പ് തോന്നും. അപ്പോൾ ക്രിസ്ത്യൻ വേറെയാണ്, മുസ്ലിം വേറെയാണ്, ഈ മതത്തിൽ നിന്ന് തന്നെ ഉണ്ടായ ബുദ്ധനും ജൈനനും സിഖും വേറെയാണെന്ന് അവന് തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഹാർമണി നിലനിൽക്കണമെങ്കിൽ ഇതൊരു ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിൽ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ആർക്കും അപകടമില്ല എന്നാണ് അദ്ദേഹം വിവക്ഷിക്കുന്നത്. അതാണ് നമ്മൾ ഹിന്ദു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് മറ്റൊരു മതം പോലെ ഒരു മതമല്ല, ഇത് വേറിട്ടൊരു മതവും ഒരു മതമില്ലായ്മയോ ഒരു ഭീഷണിയുമല്ല, ആർക്കും ഭീഷണിയല്ല, സംസ്കാരമാണ്. അതെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിഥി ദേവോ ഭവ. ഇത് ആരാ പറഞ്ഞത്? ജൂതൻ പറഞ്ഞോ? ഇല്ല. ക്രിസ്ത്യൻ പറഞ്ഞോ? മുസ്ലിമോ ജൈനനോ സിഖോ ആരും പറഞ്ഞില്ലല്ലോ. പക്ഷെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കാര്യം, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് യേശു സ്നേഹിക്കാനേ പറഞ്ഞിട്ടുള്ളല്ലോ. അതിഥിയെ നമ്മൾ ഒരാളെ ദൈവത്തെ ആരാധിക്കുകയാണോ ചെയ്യുന്നത്? വ്യക്തിയെ സ്നേഹിക്കുന്ന ആരാധന അതിനേക്കാൾ അപ്പുറമാണ്. ആരാധന ദൈവത്തെ പോലെ നമ്മൾ കരുതുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിഥിയെ ദേവനെ പോലെ കാണണം എന്ന് പറയുന്നത് കൊണ്ടാണ് വാസ്കോ ഡി ഗാമ വന്നത്. ഈ ലോകത്തുള്ള സകല സഞ്ചാരികളും അക്രമകാരികളും എല്ലാവരും ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ആദ്യം ഇങ്ങോട്ട് കടന്നു വന്ന മുഗളന്മാരുടെ അങ്ങനെ തന്നെയാണ് കാശ്മീർ മുഴുവൻ ഇസ്ലാമവൽക്കരിക്കപ്പെട്ടത്. ഇറാനിൽ നിന്ന് വന്ന സൂഫികളായിരുന്നു അവിടെ ആദ്യം. അതെ. അവരെല്ലാം മതം മാറിയപ്പോൾ അവിടുത്തെ ഒരു ഹിന്ദു സന്യാസി പറഞ്ഞു, ഇവരെല്ലാം നമുക്ക് തിരിച്ചു വേണമെങ്കിൽ മതം അവരെ പ്രഭാഷണം ചെയ്തിട്ടും അവരെ പ്രക്ഷാളനം ചെയ്തിട്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ അവിടെ ഉള്ള ആ സന്യാസി സമൂഹം പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, അവർ ഏത് മതത്തിൽപ്പെട്ടാലും അവർ ഇന്ത്യയിലേക്ക് വന്നവരാണ്, ഹിന്ദുക്കൾ തന്നെയാണ്, ഇന്ത്യയുടെ സംസ്കാരം ഉൾക്കൊള്ളുന്ന. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുപോയി. കാൾ മാർക്സ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യയിലേക്ക് കടന്നു വന്ന അന്യ സംസ്കാരങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ഉയർന്ന ഒരു സാംസ്കാരിക നിലവാരത്തിലേക്ക് പോയിട്ടുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റുകാരനായ ദൈവ നിഷേധിയായ നാസ്തികനായിട്ടുള്ള കാൾ മാർക്സ് പറഞ്ഞ കാര്യം. അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ അടിസ്ഥാന ബീജം എന്ന് പറയുന്നത് സനാതനധർമ്മമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതിനെ തള്ളിക്കളഞ്ഞിട്ടില്ല അദ്ദേഹം. കാരണം അത് ശാസ്ത്രാഭിമുഖ്യമുള്ള ഒരു മത അല്ലെങ്കിൽ സാംസ്കാരിക വിശ്വാസം എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ കണ്ടത്. എന്നാൽ ഇതില് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന, നമ്മുടെ മോഹൻ ഭാഗവതിന്റെ ഈ പ്രസ്താവനയിൽ വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് ഇതിലൊരു തന്ത്രവുമുണ്ട്. തന്ത്രം എന്ന് പറയുന്നത് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കാൻ പോകുന്നേ എന്ന ആ ഒരു പ്രതിപക്ഷത്തിന്റെ വിലാപം ഇനി എഫക്ട് ചെയ്യരുത്. അതാണ് ഒരു തന്ത്രം. കാരണം ഓൾറെഡി ഇതാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഞങ്ങളുടെ ഐഡിയോളജിയാണ് ഇവിടെ നടക്കുന്നത് സുഹൃത്തെ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ അപകടം എന്ന് പറയുന്നത് അത് പ്രതിപക്ഷ പാർട്ടികൾ തന്നെയാണ്. അതായത് കോൺഗ്രസ് ഈ വിഷയത്തെ എങ്ങനെ നേരിടും? കോൺഗ്രസ് ഈ വിഷയത്തെ നേരിട്ടാൽ ഇതിനേക്കാൾ വലിയ തകർച്ചയിലേക്ക് അവർ പോകും. അതായത് ഇന്ത്യ ഹിന്ദുക്കളുടേതല്ലെന്ന് കോൺഗ്രസ് പറയുന്ന, നേരത്തെ അവരത് അങ്ങനെയല്ല പറഞ്ഞത്. അവർ പറയുന്ന ഒരു ഭാഷയിൽ കുറെ വ്യത്യാസമുണ്ടായിരുന്നു. എതിർത്തുകൊണ്ട്
പരോക്ഷമായി എതിർക്കുക. പക്ഷെ ഇത് പ്രത്യക്ഷത്തിൽ എതിർക്കുകയോ പ്രസ്താവനയെ തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുന്ന ഒരു കെണിയിലേക്കാണ് കോൺഗ്രസിനെ കൊണ്ടുപോയിരിക്കുന്നത്. കോൺഗ്രസ് ഒരു മുഖ്യ പ്രതിപക്ഷമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, എങ്കിൽ പോലും അവരെ കൊണ്ടുപോയിരിക്കുന്നത്. അവരിതിനെ എതിർത്താനുള്ള അവസ്ഥ എന്താ? ഇപ്പോഴുള്ള അവശേഷിച്ച വോട്ടുകൾ പോലും അവരിൽ നിന്ന് ചോർന്നു പോകും തീർച്ചയായിട്ടും. അപ്പൊ ഇനി എതിർത്തില്ലെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ, ന്യൂനപക്ഷ സമുദായത്തിന്റെ വിശ്വാസം ഇവർക്ക് നഷ്ടപ്പെടും. ഇവരെ ചെകുത്താനും കടലിനും ഇടയിലാക്കുന്ന ഒരു പ്രസ്താവനയിലേക്കാണ് തന്ത്രപൂർവ്വം അതിനുവേണ്ടി ചെയ്തതാണ് പ്രസ്താവന. സിലിഗുരിയിൽ പോയിട്ട് അടുത്ത പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും ബംഗാൾ പിടിക്കുക, ബീഹാറുകാരനായിട്ടുള്ള ഒരു പ്രസിഡന്റാണ് ഇപ്പൊ BJPക്ക് വരാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പ്രഥമ പരിഗണനയിലൊന്നാണ് ബംഗാൾ BJP പിടിക്കുക എന്നുള്ളത്. അത് വളരെ സത്യസന്ധനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുമാണ്. ചെറുപ്പക്കാരൻ, ഏറ്റവും പ്രായം കുറഞ്ഞ BJP പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഉഴുതുമറിക്കാൻ പറ്റിയ ഒരു മണ്ണ് നിലമൊരുക്കലാണോ ഇപ്പോൾ ശരിക്കും സിലിഗുരിയില്, ബംഗാളില്? അതെ സാറേ, ചെക്ക് കളിയില്ലേ, ചെക്ക് കളിക്കുമ്പോൾ നമ്മൾ കുതിരയെ വെക്കുകയില്ലേ എന്നതുപോലെ ഇതില് അദ്ദേഹം ഈ ബംഗാളിലെ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട്, ബീഹാറിലെ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട്, ഓരോ സംസ്ഥാനത്തെ ഇലക്ഷൻ, ഇവിടെയൊക്കെ മുസ്ലിം മെജോറിറ്റി ഏകദേശം ചില സ്ഥലങ്ങളിൽ ഉള്ളൊരു പ്രദേശമാണ്. ഇപ്പൊ ഈ ഒരു നയത്തിനെതിരെ മുസ്ലിങ്ങൾ രംഗത്ത് വന്നാൽ ഒരു ഹിന്ദു കോർഡിനേഷൻ ഇവിടെ നടക്കും. ഈ ഒരു പ്രസ്താവനയെ ചൊല്ലി മുസ്ലിങ്ങൾ രംഗത്ത് വരുമ്പോൾ ഹിന്ദു കൺസോളിഡേഷൻ അവിടെ സ്വാഭാവികമായിട്ട് സാധ്യമാകും. എനിക്കിവിടെ ഒരു സംശയമുണ്ട് കാർത്തിക്. അങ്ങനെയാണെങ്കിൽ മോഹൻ ഭാഗവത് പറഞ്ഞതാണ് സംഘപരിവാറിന്റെ ഐഡിയോളജി. RSS എന്ന് പറയുന്നത് അതിലൊന്നാണല്ലോ, അവർക്കെല്ലാം ഒരേ ഐഡിയ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മതപരിവർത്തനം കഴിഞ്ഞവരെ ഘർ വാപ്പസി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഈ മതത്തിലേക്ക് മാറ്റേണ്ട ആവശ്യം എന്താ? എല്ലാവരും ഹിന്ദുക്കളാണ്. അതിന്റെ ഗർവാപ്പസി എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ആവശ്യം പറയുമ്പോൾ അതിന് ഈ താന്ത്രിക വിദ്യാപ്രകാരമാണല്ലോ ഹിന്ദുമതത്തിലേക്ക് ഒരാളെ കൊണ്ടുവരേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ല ആരെങ്കിലും പ്രലോഭിപ്പിച്ചോ പേടിപ്പിച്ചോ അരി കൊടുത്തോ പാൽപ്പൊടി കൊടുത്തോ തോക്കോ വാളോ കാണിച്ചല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ അത്തരം ഒരു കാര്യം പറഞ്ഞ് ഇതുവരെ ഈ നിയമവാഴ്ചയുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഞങ്ങളെ ബലമായി ഖർവ് ആപ്പസിയിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞ എവിടെയെങ്കിലും പരാതി വന്നിട്ടില്ല. അപ്പൊ അത് വരാത്തിടത്തോളം കാലം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഇപ്പൊ കോതമംഗലത്തെ ഒരു പെൺകുട്ടിക്ക് ഏറ്റ അനുഭവം ഉണ്ടാവുന്നുണ്ട്. നിർബന്ധിച്ച് അവളെ മതം മാറ്റുക, അവളുടെ കുടുംബത്തിൽ നിന്ന് മാറ്റുക. അപ്പം നമ്മുടെ ഒരു പെൺകുട്ടി, അവളുടെ അമ്മ മരിക്കാൻ പോവുകയാണ്. അവള് വേറൊരു മതക്കാരന് വേണ്ടി കല്യാണം കഴിച്ച് അവളുടെ പൂർവാശ്രമം പോലെയാണ് അവളുടെ കുടുംബത്തെ കരുതുന്നത്. അമ്മ അങ്ങനെ ഒരു അമ്മ ഞങ്ങൾക്കില്ലെന്നാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നത്. കല്യാണം കഴിച്ചു കൊണ്ടുപോയി ഇസ്ലാമിക കുടുംബം, മുസ്ലിം കുടുംബം, അവര് അവൾക്കിനി അങ്ങനെ ഒരു അമ്മയില്ല എന്നുള്ള മതം മാറിയതോടുകൂടി അമ്മയില്ലാതായി എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അത്തരം ഒരു സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് അവർ പറഞ്ഞാൽ അതിന് ലോജിക്കുണ്ട്. അല്ല മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവിടെ ഇതുമായിട്ട് ക്ലാഷ് ആവുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ മാഷെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, പല കാര്യങ്ങൾ നമ്മളിപ്പോൾ പറയുന്ന വേദങ്ങളിൽ പറയുന്ന സത്യങ്ങൾ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ പരസ്പരം ബന്ധിതമായിരിക്കുന്നു. ഇപ്പോൾ ക്വാണ്ടം വെബ് തിയറി എന്ന് പറയുന്ന ആ തിയറിയും അടിസ്ഥാനപരമായി, ഞാനതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളല്ല, അതിൻ്റെ മാക്രോ ലെവലിൽ അത് നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് അത് ഉൾക്കൊള്ളുന്നത്. ദൈവഗണങ്ങൾ, പ്രപഞ്ചം മുഴുവൻ ദൈവം നിറഞ്ഞു നിൽക്കുന്നു. ഹിരണ്യകശിപു പറഞ്ഞത് പോലെ തന്നെ പ്രപഞ്ചത്തിലെ ഓരോ തൂണിലും തുരുമ്പതിലും ദൈവം ഇരിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണെന്ന്. ഇനിയും ഈ തൂണും തുരുമ്പും ഒന്നുമില്ലാത്ത ശൂന്യതയിലും ദൈവം സാന്നിധ്യം അല്ലേ? അതെല്ലാം ഈ വേദങ്ങളിൽ പണ്ടേ നമ്മുടെ മനീഷികൾ വനാന്തരങ്ങളിലിരുന്ന് ചിന്തിച്ചുകൊണ്ട് ലോകത്തോട് പറഞ്ഞ സത്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പരീക്ഷിച്ചും നിരീക്ഷിച്ചും സത്യമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? അത് കാൾ മാർക്സ് പറഞ്ഞതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീനും പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുമതത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ വിശാലമായിരുന്നു. അതായത് സയൻസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു മതം എന്ന രീതിയിലാണ്. ഈ ഒരു ഐഡിയോളജി പലരും അംഗീകരിക്കുന്നത് ശാസ്ത്രാഭിമുഖ്യമുള്ളത് കൊണ്ടാണ്. എന്നാൽ ഹിന്ദുമതത്തെക്കുറിച്ച് ഹിന്ദുക്കൾക്കറിയാത്തൊരു കാര്യമുണ്ട്. ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന ആരാധനാ സംവിധാനം പ്രപഞ്ചമാണ് ദൈവം എന്നുള്ളതാണ്. അതല്ല അതിനെ ബ്രഹ്മാസ്മി, അതെ ഈ അണ്ടകടാഹം മൊത്തം ബ്രഹ്മമാണെന്നും അതിനെയാണ് ആരാധിക്കേണ്ടതെന്ന് നമ്മൾ പറയുന്നുണ്ട്. സൂഫി പാരമ്പര്യമുള്ള ഇസ്ലാമും അതിനെ അംഗീകരിക്കുന്നു. അനൽ ഹക്ക് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ തന്നെയാണ്. അപ്പം വാസ്തവത്തിൽ അടിസ്ഥാനപരമായിട്ട് സൂഫിസവും ഹിന്ദുയിസവും ദർഗാ സമ്പ്രദായം അവരുടെയാണെന്നും എല്ലാം ഒന്നു തന്നെയാണ്. ദർശനമുള്ള
അത് പക്ഷേ ആ രീതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാം ഹിന്ദുത്വത്തിൽ വന്ന് ലയിക്കുമെന്നത് അതാണ് തന്നെ ഇന്ത്യയിൽ ബംഗ്ലാദേശിൽ നടന്ന പ്രകടനങ്ങളിലെ സൂഫിസം അനുസരിക്കുന്ന അഹമ്മദ മതം അത് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കണമെന്ന് അവർ അത് പറയുന്നത്. പാകിസ്ഥാനിലും അത് തന്നെയല്ലേ അവർ പറയുന്നത്. അപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മതം എന്ന് പറയുന്നതിനെ നിയന്ത്രിക്കുന്ന ഈ മേലധികാരികൾ എന്ന് പറയുന്ന അധികാരവർഗമുണ്ട്. അതിന്റെ പ്രവാചകന്മാർക്ക് ശേഷമുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾക്ക് അറിയാമല്ലോ, മത നേതാക്കന്മാരെന്ന് പറഞ്ഞ ഒരു ഇപ്പൊ കാന്തപുരം ഹദീസുകളും ഒക്കെ എഴുതുന്ന ആൾക്കാർ. അതെ, അല്ല അതും കഴിഞ്ഞിട്ട് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കാന്തപുരമാകാം മറ്റുള്ളവരെ. ഇവരെ മുത്തുക്കോയ തങ്ങൾ, മുത്തുക്കോയ തങ്ങൾ ഇപ്പൊ അദ്ദേഹം ഒരു പ്രകടനം നടത്തി, ഒരു കേരള യാത്ര നടത്തി, മുഖ്യമന്ത്രി അതിൽ പങ്കെടുത്തതല്ലേ. അപ്പൊ ഇതിലെല്ലാം സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ നേതൃസ്ഥാനത്ത് ഇത്രയും ബഹുമാന്യരായിട്ട് നിൽക്കണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അതാണ് അതിന്റെ പിന്നിൽ. എന്നാൽ ഈ സെപ്പറേറ്റ് ആണെന്ന് പറയുമ്പോഴും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. അതിനെ ഇനിയിപ്പോ ഭരണഘടന ആവശ്യമേ ഇല്ല. അല്ല, ഭരണഘടനയിലൂടെ അതിനെ സാധിച്ചെടുക്കേണ്ടതില്ലെന്ന് മോഹൻ ഭാഗവത് പറയുമ്പോൾ അതിന് രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളത്, മതലക്ഷ്യമല്ല. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ലാഭം കൊയ്യുന്നത് സ്വാഭാവികമായിട്ട് ബി ജെ പി. കാരണം ബി ജെ പി ഇതിനെക്കുറിച്ച് മിണ്ടേണ്ട ആവശ്യമില്ല. എന്നാൽ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും പ്രതിപക്ഷത്തിൽ വിള്ളലോ പ്രശ്നമോ ഉണ്ടാകാവുന്ന ഒരു പ്രസ്താവനയാണിത്. അതെ അതെ, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.